കൂട്ടുകാരെ, നമ്മുടെ ക്രിസ്തുകുര്യൻ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്നും അടുത്ത് നമ്മുടെ യാത്ര തിരിക്കാൻ പോവുകയാണ് കേട്ടോ. എവിടെയാണെന്നൊക്കെയല്ലേ നമ്മൾ വഴിയേ പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾക്ക് സുപരിചിതമാണോ എന്നറിയില്ല. തൃപ്പാദം എന്ന് പറയുന്ന നെടുമങ്ങാടുള്ള ഒരു ആശ്രയ കേന്ദ്രമാണ് കേട്ടോ. ഇത് ഒരു പള്ളിയുടെ കീഴിലുള്ള ഒരു ആശ്രയ കേന്ദ്രമാണ്. ഇത് വളരെ പഴക്കം ചെന്ന ഒരു സ്ഥാപനമാണെങ്കിലും ഇപ്പോഴും ഇത് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര ഒരു വൈബ് തന്നെയായിരുന്നു. കുട്ടികൾക്ക് അവിടെ ഭയങ്കര രീതിയിൽ ഇഷ്ടമായിരുന്നു. ഓടി അവർ പെട്ടെന്ന് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടോട് കൂടിയാണ്. അനുഭവം കൂടിയാണ്. പോകുന്ന വഴിക്ക് ആഹാരവും ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും അവരുടെ വീടുകളിൽ നിന്ന് തന്നെ പൊതിച്ചോറുമായിട്ടാണ് എല്ലാവരും എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ അച്ഛൻ നമ്മളെ ഓരോ കാര്യങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നതാണ്. അവിടെ ആലിലയിൽ അവർ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഗ്രീറ്റിംഗ്സ് കാർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഇത് ഒരുപാട് പഴക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് കഥകൾ ഒരുപാട് പറയാനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞു ഹോസ്പിറ്റൽ അവരിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കുറേയൊക്കെ പറഞ്ഞു തന്നു. ഏറ്റവും ആർക്കും വേണ്ടാതെ കിടക്കുന്ന ആർക്ക് വേണമെങ്കിലും നമ്മൾ വഴിയരികിൽ കിടക്കുന്ന ഒരു രക്ഷയുമില്ലാതെ നോക്കാൻ ആരുമില്ലാതെ കിടക്കുന്ന ആരെ വേണമെങ്കിലും ഇവരെ ഏറ്റെടുക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ പറയുന്ന അറിവിലേക്ക് ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തൃപ്പാദം എന്ന് പറയുന്ന ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. ഇത് പഴൂറ്റിയിലാണ് തൃപ്പാദം എന്ന് പറയുന്ന ഈ സ്ഥാപനം. അപ്പോൾ നമ്മുടെ കുട്ടികൾ അതെ, തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ നമ്മുടെ ഈ കുട്ടികൾ നമ്മുടെ അവിടെയുള്ള അന്തേവാസികൾക്കായിട്ട് ഒരു ചെറിയൊരു ഗാനവും പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചു. അച്ഛനും അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർക്ക് അത് ഒരു അനുഭവമാണല്ലോ, കുട്ടികൾക്കും ഒരു അനുഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ഇതങ്ങ് ഇഷ്ടപ്പെട്ടു. നമ്മളപ്പോൾ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ എല്ലാവർക്കും ഷേക്കൻ്റെയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അവരുടെ ആ ഒരു സന്തോഷമുണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ നിന്നും മറഞ്ഞു പോകത്തില്ല. ആ രീതിയിലുള്ള ഒരു സന്തോഷം തന്നെയാണ് നമുക്ക് അവിടെ കാണാനിടയായത്. അതെ, മുഖങ്ങളിൽ കാണാനിടയായത്. ഇത് നമ്മുടെ അവിടെയുള്ള ഒരുപാട് അച്ഛന്മാരായിരുന്നു. അതുകൂടാതെ ഇനി അമ്മമാർ അടുത്ത സ്ഥലത്താണ്, അടുത്ത കെട്ടിടത്തിലാണ് അവരുള്ളത്. പിന്നെ അടുത്ത് നമ്മൾ അവരെയാണ് കാണാൻ പോകേണ്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇവിടെ നോക്കി, ഇവിടെ ക്രിസ്മസ് അപ്പൂപ്പനെ നമ്മുടെ ക്രിസ്മസ് പുൽക്കൂടും കാര്യങ്ങളെല്ലാം അവർ ഒരുക്കിയിട്ടുണ്ട്. അവരെ നോക്കുന്ന രീതി തന്നെ ഒരു അന്തേവാസി എന്നുള്ള രീതിയിലല്ലാതെ അവിടുത്തെ തന്നെ ഒരു അമ്മ എന്നുള്ള രീതിയിലാണ് എല്ലാ അമ്മമാരെയും അച്ഛന്മാരെയും നോക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷമുണ്ട്. നമ്മൾ കണ്ട് അവരുടെ സംസാരിക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരെങ്ങനെയാണ് അവിടെ സന്തോഷിച്ച് നിൽക്കുന്നതെന്ന്. വീട്ടിൽ ആർക്കും വേണ്ടാതെ കളഞ്ഞ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ഫുഡെല്ലാം വിതരണം ചെയ്തായിരുന്നു. അതിനുശേഷം നമ്മളും അവിടെ ഇരുന്ന് തന്നെ ആഹാരം കഴിച്ചിട്ടാണ് അവിടെ നിന്നും പുറത്തിറങ്ങിയത് കേട്ടോ.